ഏട്ടാ, അഭിയേട്ടാ. ഉറക്കത്തിലായിരുന്ന അവനെ അവൾ തട്ടി വിളിച്ചുണർത്തി. ഉറക്കം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ കണ്ണുകൾ തുറന്നു. ദേ ആരോ വിളിക്കുന്നു. അവൾ അവനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. അപ്പോഴേക്കും അവളും കട്ടിലിൽ അവനോടൊപ്പം എഴുന്നേറ്റിരുന്നു. തരുണായിരുന്നു. എന്താടാ? അവൻ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. എന്താണെന്നോ? സമയം എത്രയെന്ന് നിനക്ക് ബോധമുണ്ടോ? നിനക്ക് അവിടുന്ന് വരാൻ ഉദ്ദേശമൊന്നുമില്ലേ സിദ്ധു? ഇനി അവളുടെ വീട്ടുകാരെ നാട്ടുകാരെയും ഒക്കെ അറിയിക്കാനാണോ നിനക്ക്? തരുൺ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ ഫോണിലേക്ക് നോക്കി. സമയം 4 മണിയോളം കഴിഞ്ഞിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയടാ, സോറി. ദേ വരുന്നു. നീ എവിടെയാ? അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. പെട്ടെന്ന് ഇറങ്ങി വരാൻ നോക്ക്. തരുൺ തിരികെ പറഞ്ഞു. ഇപ്പം വരാം. സിദ്ധു അതും പറഞ്ഞ് ഫോൺ വെച്ചു. അമ്മോ, ഇവിടെ എത്ര മണിക്കാണ് എല്ലാവരും എഴുന്നേക്കുന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. 5 മണിയാകുമ്പോൾ അമ്മ എഴുന്നേക്കും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. തരുൺ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. പ്രോമിസ് ആണല്ലോ. അവൻ അവൻ്റെ ഒരു കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ആ കൈയിൽ അവളുടെ കൈ വെച്ചുകൊണ്ട് അവന് വാക്കു കൊടുത്തു. ശരി, ഞാൻ ഇറങ്ങുവാ. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റതും അവളും കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൾ പതിയെ ചെന്ന് വാതിൽ തുറന്ന് ആരെങ്കിലും ഹാളിലോ മറ്റോ ഉണ്ടോ എന്ന് നോക്കി. അയാൾ അവിടെ ആരുമില്ലായിരുന്നു. അശ്വിൻ്റെ മുറിയാണെങ്കിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൾ പതുക്കെ അവനെയും കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു. പിന്നെ അടുക്കളയുടെ വാതിൽ തുറന്നിട്ട് അവനെ പുറത്തേക്ക് ഇറക്കി വാതിലടച്ചു. പിന്നെ മുറിയിലേക്ക് ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു. അവൻ തരുണിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ ചുറ്റിനും ഒന്ന് നോക്കി. ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ കാറിലേക്ക് കയറി. നീ എന്തു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നും പോയത്? നീ രാവിലെ വിളിക്കാം, അപ്പോൾ വന്നാൽ മതിയെന്നല്ലേ? വിളിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് അവിടെ കിടന്ന് ഉറങ്ങിയേനെ. തരുൺ ദേഷ്യത്തോട് പറഞ്ഞു. സോറിയടാ, അവളെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഞാനെന്ത് ചെയ്യാനാ? അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. അവനോ അവൻ്റെ ഒരു കെട്ടിപ്പിടുത്തം അത് മാത്രമേ നടന്നോളോ? അതോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾക്ക് വയറ്റിലുണ്ടെന്ന് അവൾ പറയോ? അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചതും സിദ്ധു ചിരിച്ചു. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണം. ആർക്കും ഒന്നും പറയാൻ തോന്നൂലല്ലോ. അത്ര നിഷ്കളങ്കത വാരി വിതറും ഈ ചിരിയിൽ. അരുൺ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അല്ല, നീ എങ്ങനെയാ എഴുന്നേറ്റത്? ഇന്നലെ ഉറങ്ങിയില്ലേ? അതോ അലാറം വെച്ചോ? സിദ്ധു ചിരിയോട് ചോദിച്ചു. മിണ്ടരുത് പുല്ലേ നീ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആരെങ്കിലും കാണുവോ എന്താ എന്നൊന്നും അറിയാതെ ഉറക്കം വന്നില്ല. അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. തരുൺ കപടദേഷ്യത്തോടെ പറഞ്ഞതും സിദ്ധു വീണ്ടും വിളിച്ചു കാണിച്ചു. അല്ല, ആരും കണ്ടില്ലല്ലോ അല്ലേ? തരുൺ സംശയത്തോടെ ചോദിച്ചു. സിദ്ധു അശ്വിൻ അവരുടെ മുറിയിലേക്ക് വന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ അശ്വിൻ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഞാൻ കരുതിയത് അന്നത്തോടെ അവൻ മതിയാക്കി പോകുന്ന. ഇനിയിപ്പോൾ എന്തായിരിക്കും അവൻ അമ്മുവിനോട് പറയാനുള്ളത്? തരുൺ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, അവൻ വന്നിട്ട് പോട്ടെ. വൈകിട്ട് അവളെ വിളിച്ചു നോക്കാം. സിദ്ധുവും അവനോട് പറഞ്ഞു. അയ്യോ, എന്തിനാ സാർ അവളെ വിളിച്ച് കഷ്ടപ്പെടുന്നേ? നാളെ ഞായറാഴ്ചയല്ലേ? വേണമെങ്കിൽ അവളെ കാണാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ല്. അവനുമായിട്ടൊരു വെല്ലുവിളി നടത്ത്. അതും പോരെങ്കിൽ അവളുടെ മുമ്പിൽ ചെന്ന് കുറച്ച് ഷോയും കൂടി കാണിച്ചിട്ട് വാ. തരുൺ അവനെ കളിയാക്കിയതും സിദ്ധു മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. അല്ല, നിനക്കതാണല്ലോ ശീലം, അതുകൊണ്ട് പറഞ്ഞതാ. തരുൺ അവനെ പുച്ഛിച്ചു. ഞാൻ പോയേനെ, പക്ഷെ എനിക്ക് നാളെ അമ്പലത്തിൽ പോകണം. നാളെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷിക. സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അത് ഞാൻ മറന്നു. ശരിയാണല്ലോ. തരുൺ പറഞ്ഞു. അങ്ങ് സ്വർഗത്തിൽ വെച്ച് അവർ ചിലപ്പോൾ ആഘോഷിക്കുന്നുണ്ടാകും അല്ലേടാ? സിദ്ധു ചിരിച്ചുകൊണ്ട് തരുണിനോട് ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് അമ്മ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അശ്വിൻ അവളെ വന്ന് വിളിച്ചത്. ആശ്വിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും അവൾ ഇപ്പോൾ വരാമെന്ന് അവനോട് പറഞ്ഞു. അവൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നതും ഹാളിൽ അവളെ കാത്തിരിക്കുന്ന ആശ്വിനെയാണ് കണ്ടത്. ആശ്വിൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും അവളും തിരികെ ചിരിച്ചു. നമുക്ക് പുറത്തേക്കൊന്ന് നിന്നാലോ? ആശ്വിൻ അവളെ നോക്കി ചോദിച്ചു. അവൾ അതിന് തലയാട്ടി. അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പപ്പയ്ക്കും മമ്മിക്കും ഒരുപാട് വിഷമമായി. അവൻ പറയുന്നത് കേട്ടതും അവൾ എന്തിനാണെന്നുള്ള രീതിയിൽ അവനെ നോക്കി. അവർ മരുമകളായിട്ട് കണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് തനിക്ക് ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർക്കെന്തോ വല്ലാത്ത വിഷമമായി. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. താൻ അയാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് എന്നോട് പറയാമായിരുന്നു. അത് ഞാൻ അന്ന് പറയാൻ സാരമില്ല. ഞാൻ ഇപ്പോൾ വന്നത് തന്നോട് മറ്റൊരു കാര്യം പറയാനാ. അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ വീണ്ടും നോക്കി. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തന്നോടത് പറയാൻ പറ്റിയിരുന്നില്ല എങ്കിലും ഞാൻ കരുതിയത് തൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്നാണ്. വീട്ടുകാരുമായിട്ട് വന്ന് ആലോചിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. 1 വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. സാരമില്ല, വിധിച്ചതല്ലേ നടക്കുള്ളൂ അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്കത് കേട്ട് എന്തോ വിഷമമായി. തനിക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ താനത് അശ്വിനോട് തുറന്നു പറയും. അവൻ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? അല്ലെങ്കിൽ അയാളോട് വന്ന് സംസാരിക്കാൻ പറ. ആശ്വിൻ പറഞ്ഞതും അവൾ ഞെട്ടി. വേണ്ട, ചേട്ടായി ഒന്നും അറിയരുത്. എൻ്റെ ചേട്ടായി വിഷമിക്കും. അവൾ വിഷമത്തോടെ പറഞ്ഞു. എടോ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തനിക്ക് അയാളെ വിവാഹം കഴിക്കണം. എന്നാൽ അയാളെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറയാനും വയ്യ. ഇങ്ങനെ തന്നെ നിൽക്കാനാണോ തൻ്റെ പ്ലാൻ? എനിക്കറിയില്ല. തനിക്ക് പറ്റില്ലെങ്കിൽ വേണേ ഞാനൊന്ന് സൂചിപ്പിക്കാം. വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ചേട്ടനൊന്നും പറയണ്ട.
ശരി, അധികം താമസിക്കാൻ നിൽക്കണ്ട. താൻ എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. പിന്നെ ഒരു കാര്യം കൂടി. അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി. ആരെയും ഒരുപാടങ്ങ് വിശ്വസിക്കരുത്, അവൻ പറഞ്ഞു. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ തന്നോടങ്ങ് പറഞ്ഞതാ. നമ്മൾ വിചാരിക്കും എല്ലാവരും അങ്ങ് നല്ലവരാണെന്ന്. ഒരിക്കലും അല്ല. എല്ലാവർക്കും നമ്മൾ കാണാത്തൊരു മുഖം കൂടെ ഉണ്ട്, ഈ എനിക്ക് പോലും. അതുകൊണ്ട് ഒരാളെ അമിതമായി വിശ്വസിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളും ഒന്ന് ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. അവൻ പോകാനായി തുടങ്ങി. ചേട്ടാ, അവൾ വിളിച്ചതും അവൻ നിന്നു. പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇല്ലടോ. എന്തിനാ ഞാൻ തന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്ക് തോന്നിയ ഒരു ഇഷ്ടം തനിക്ക് എന്നോട് തോന്നണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. പിന്നെ സ്നേഹം എന്നത് പിടിച്ചു വാങ്ങാനും നമുക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു തന്നെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അശ്വിനോടും അവളുടെ പപ്പയോടും മമ്മിയോടും യാത്ര പറഞ്ഞിട്ടിറങ്ങി. അശ്വിൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മു. അശ്വിൻ വിളിക്കുന്നത് കേട്ടവൾ തിരിഞ്ഞു നോക്കി. എന്താ നിനക്ക് ഇത്ര ആലോചന? അവൻ എന്താ പറഞ്ഞത്? അവൻ അവളുടെ നെറുകയിൽ തലോടി ചോദിച്ചു. അതൊന്നുമില്ല ചേട്ടായി. എന്താ ചേട്ടനെ വേണ്ടെന്ന് പറയാൻ കാരണം? ഇപ്പോൾ വിവാഹം വേണ്ടാത്തത് കൊണ്ടാണോ, അതോ ചേട്ടനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. അമ്മു, ദേ ഈ കുട്ടി എങ്ങനെയുണ്ട്? അവൻ അവൻ്റെ ഫോൺ എടുത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അവളെ കാണിച്ചു ചോദിച്ചു. ഇതാരാ ചേട്ടായി, കൊള്ളാലോ. അവൾ ഫോണിലേക്ക് നോക്കി ചിരിയോടെ അവനോട് പറഞ്ഞു. ഷെറിൻ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. അവൾ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, എന്നെ അവൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടും അപ്പോൾ ഇഷ്ടം പറയാതെ പിന്നെ ഇപ്പം എന്താ? അവൾ സംശയത്തോട് ചോദിച്ചു. അറിയില്ല, അവിടെ വെച്ച് പറയാൻ പറ്റിയില്ല എന്നാ പറഞ്ഞേ. അവൾക്ക് എന്തൊക്കെയോ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന്. അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞതാ. നല്ല കുട്ടിയാ, ഒറ്റമോളാ. നമുക്കിതൊന്ന് ആലോചിച്ചാലോ? നല്ലതാ ചേട്ടായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. ചേട്ടായി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. എനിക്ക് അത് എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാ ചേട്ടായി. അവൾ പറയുന്നത് കേട്ടതും അവൻ ഞെട്ടി. ആരെ? അവൻ സംശയത്തോട് ചോദിച്ചു. സിദ്ധാഭിഷേക്, അഭിയേട്ടൻ. അവളത് പറഞ്ഞതും അവളുടെ കവളിൽ ആരുടെയോ കൈ പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവരെ നോക്കി. മമ്മി, അവൾ ദയനീയമായി വിളിച്ചു. ഇതിനാണോടി നീ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് പോയത്? ഇതിനാണോ നീ ആ പയ്യനെ വേണ്ടാന്ന് വെച്ചത്? ഞങ്ങളെയൊക്കെ പേരുദോഷം കേൾപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ നീ? അവർ ദേഷ്യത്തോട് ചോദിച്ചു. മമ്മി, ഞാൻ അങ്ങനെയൊന്നും ചേട്ടായി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എനിക്ക് അഭിയേട്ടനെ അത്ര ഇഷ്ടമായതുകൊണ്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ കയ്യിലിരുന്ന ഫോൺ എടുത്ത് നോക്കിയതും അഭിയേട്ടൻ എന്ന് കണ്ടു. അവൾ അതിലേക്ക് നോക്കുന്നത് കണ്ട് അവളുടെ മമ്മി അത് തട്ടിപ്പറിച്ച് താഴേക്ക് എറിഞ്ഞു. അത് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. അവൾ തറയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന ഫോണിലേക്കും അവളുടെ മമ്മിയെയും അശ്വിനെയും നോക്കി. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? അവളുടെ ദേഷ്യം കണ്ട് അവർ ദേഷ്യത്തോട് ചോദിച്ചു. മമ്മി എന്താ ഇപ്പം കാണിച്ചത്? അവൾ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. എന്താടി ഞാൻ കാണിച്ചത്? എന്താ ഞാൻ കാണിച്ചത്? ഈ ഫോണും കുറെ വാട്സപ്പും ഉള്ളതുകൊണ്ടല്ലേ നീ പ്രേമിക്കാൻ ഇറങ്ങിയത്? അവർ ദേഷ്യത്തോട് ചോദിച്ചു. ഇതിനു മുമ്പും എനിക്ക് വാട്സപ്പും ഫോണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ആരെയും പ്രേമിക്കാൻ പോയിട്ടില്ല. അല്ല, പ്രേമിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. അമ്മു. അവൾ ദേഷ്യപ്പെടുന്നത് കണ്ട് അശ്വിൻ അവളെ ദേഷ്യത്തോടെ വിളിച്ചു. പറ, പ്രേമിക്കുന്ന ഒരു തെറ്റാണോ? എനിക്ക് അഭിയേട്ടനോട് ഇഷ്ടം തോന്നി, ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്തു. അത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ വാശിയോടെ പറഞ്ഞു. ഡി. അവളുടെ മമ്മി വീണ്ടും അവളെ അടിക്കാൻ കൈപ്പൊക്കി. അപ്പോഴേക്കും അശ്വിൻ അവളുടെ മുൻപിൽ കയറി നിന്നു. മാറി നിൽക്കടാ, ഇവൾക്ക് എന്ന് മുതലേ ഇത്ര ധൈര്യം കിട്ടുന്നത് ഞാനൊന്ന് നോക്കട്ടെ. എന്താടി, ഒരുത്തനെ പ്രേമിച്ചപ്പോൾ നിനക്ക് ഇല്ലാത്ത ധൈര്യമൊക്കെ അങ്ങ് പൊട്ടിമുളച്ചോ? ദേഷ്യത്തോട് ചോദിച്ചു. അമ്മുവിനത് കേട്ട് ദേഷ്യം വിഷമമൊക്കെ വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് അശ്വിന്റെ നെഞ്ചു പിടഞ്ഞു. അവളെ ഇന്ന് വരെ കരയിക്കാൻ ഒരു അവസരം താൻ ഉണ്ടാക്കിയിട്ടില്ല. അവളെ ആരും കരയിക്കുന്നതും അവന് ഇഷ്ടമല്ലായിരുന്നു. മമ്മി ഒന്ന് പോയേ, ഞാൻ അവളോട് സംസാരിക്കാം. അശ്വിൻ അവരുടെ മമ്മിയെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. എല്ലാം വളവും വെച്ചു കൊടുക്കുന്നത് നീയാ. നിന്റെ ധൈര്യത്തിലാണ് ഇവളെങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. അവർ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞതും അമ്മു ഞെട്ടി അവരെ നോക്കി. മമ്മി. അത് കേട്ട് അശ്വിൻ ദേഷ്യത്തോടെ വിളിച്ചു. മമ്മി എന്താ പറയുന്നത്? മമ്മിക്ക് വല്ല ബോധമുണ്ടോ? മമ്മിയുടെ മകളെ പറ്റിയാ മമ്മി പറയുന്നത്. ദേഷ്യമാണെന്ന് കരുതി വായിൽ വരുന്നതൊന്നും വിളിച്ചു പറയരുത്, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കൊന്നും മനസ്സിലാവില്ല പെറ്റവയറിൻ്റെ വിഷമം. അതിന് നീയൊക്കെ നാളെ ഒരു അച്ഛനും അമ്മയും ആകണം. അപ്പോഴേ നിനക്ക് മനസ്സിലാകുള്ളൂ. ഇത്രയും വർഷക്കാലം സ്നേഹിച്ച് വളർത്തിയിട്ട് ഇപ്പോൾ ഒരു അന്യജാതിക്കാരനെ പ്രേമിക്കാൻ നടക്കുന്നു, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. അന്യജാതിക്കാരനായാലെന്താ? പരസ്പരം മനസ്സിലാക്കാനുള്ള മനസ്സ് പോരെ? അത് കേട്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മു, നീ അകത്തു പോ. അശ്വിൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവരുടെ മമ്മിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. എന്താ അശ്വിൻ ഇതൊക്കെ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്. അയാൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണോ അവൾ അശ്വിനോട് വിവാഹം വേണ്ടാന്ന് പറഞ്ഞത്? നമ്മൾ ഇത്രയും കൊഞ്ചിച്ചും ലാളിച്ചോളെ വളർത്തിയത് അതിനു വേണ്ടിയിട്ടാണോ? എന്ത് യോഗ്യതയുണ്ട് അയാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ? അല്ലെങ്കിൽ തന്നെ ആ പയ്യന് വീട്ടുകാരുണ്ടോ? അമ്മയുണ്ടോ? അച്ഛനുണ്ടോ? സഹോദരങ്ങളുണ്ടോ? ആരുമില്ല.
അനാഥനായ അയാൾക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത്രയും വലിയ കുടുംബത്തിലേക്ക് അവളെ അയക്കാൻ പറ്റുമോ? അത് മറ്റൊരു ജാതി, മറ്റൊരു മതം. നിങ്ങളുടെ അച്ഛനറിഞ്ഞത് സഹിക്കില്ല. ആ മനുഷ്യൻ ചങ്കു പൊട്ടിച്ചാവും. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മമ്മി ഒന്ന് വിഷമിക്കാതിരിക്കുക, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. മറ്റൊരു കാര്യം, അവളെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് അയക്കാനാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു കല്യാണവും ഞാനിവിടെ നടത്തില്ല. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ നീ പറയുന്നത് എന്താ? അയാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാനാണോ? അങ്ങനെയാണോ നീ പറയുന്നത്? അവർ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അവൾക്ക് അയാളുടെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളായിട്ട് എന്തിനാ അവളെ? ഓ, അപ്പം നീയും അങ്ങനെയല്ലേ? അല്ലേ? നിങ്ങളൊക്കെ പഴഞ്ചൻ ആൾക്കാരാണല്ലോ അല്ലേ? നിങ്ങളൊക്കെ ന്യൂ ജനറേഷൻ. ജാതിയും വേണ്ട, മതവും വേണ്ട, ഒന്നും വേണ്ട അല്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സന്തോഷം മാത്രം മതിയല്ലോ. അവിടെ പപ്പ എങ്ങനെയായാലും മമ്മി എങ്ങനെയായാലും നിങ്ങൾക്കെന്താ അല്ലേ? ഞങ്ങളല്ലേ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാൻ പോകുന്നത്? അവർ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മയോട് സംസാരിച്ചാൽ ദേഷ്യം വരും. ഞാൻ അവളെ സമാധാനിപ്പിക്കട്ടെ. മമ്മി ഒന്ന് സമാധാനത്തോടെ പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കാൻ. അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പറഞ്ഞു മനസ്സിലാക്കാനുള്ള കാര്യത്തിന് അവളെ അടിച്ചതെന്തിനാ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അവർ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞു. തരുണേ, അമ്മുവിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. സിദ്ധു ആവലാതിയോടെ തരുണിനോട് പറഞ്ഞതും അവൻ ഫോണെടുത്ത് അമ്മുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു അപ്പോഴും പറയുന്നത്.